വ്യത്യസ്തമായ ആചാരക്രമങ്ങൾ കൊണ്ട് ഏറെ പ്രസിദ്ധമാണ് അഞ്ചാലക്കടപ്പുറം ശ്രീകുടുംബ ഭഗവതി ക്ഷേത്രം. പുരാതന കാലത്ത് തന്നെ കർക്കിടക മാസത്തിൽ, അന്ന് പഞ്ഞമാസമായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്, അന്ന് ദേവിക്ക് പ്രാർത്ഥനയായിട്ട് നൽകിയിരുന്ന ഒരിതാണ് കഞ്ഞി നിവേദ്യം. അത് നമ്മുടെ ഇവിടെ വരുന്ന അന്ന് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവർക്കും അന്നത് കഴിച്ചു പോയിട്ട് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഒക്കെ കിട്ടിയിരുന്നൊരു കാലഘട്ടത്തിലാണ് ഇതുവരെ കഴിഞ്ഞിരുന്നത്. അപ്പോൾ അത് വിപുലീകരിച്ച് നമ്മൾ 6 ദിവസത്തേക്ക് മാറ്റിയിടും. അതിൽ 3 ദിവസം സാധാരണ കഞ്ഞിയും ഔഷധക്കഞ്ഞിയായിട്ടും ബാക്കി 3 ദിവസം മധുരക്കഞ്ഞിയായിട്ടാണ് നമ്മൾ ഇപ്പം നൽകി വരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ഞങ്ങൾക്കതൊരു മുതൽക്കൂട്ടായിട്ട് തന്നെയാണ് നമ്മൾ എന്നും കണ്ടുവരുന്നത്. നമ്മൾ ഇതിൻ്റെ സങ്കല്പം എങ്ങനെയായിട്ട് വരുന്നത് വെച്ചാൽ, കടലിലും മത്സ്യങ്ങളില്ല സമയത്ത് പൂർവികന്മാർ കൊണ്ടുവച്ചതാണ്. ഒരു കഞ്ഞി കൊടുത്തിട്ട് അമ്മയോട് അഭയം പറഞ്ഞിട്ട് ശാഖര വരാനും കുഞ്ഞുങ്ങൾക്കൊരു വഴിയുണ്ടാക്കാം അന്നദാനത്തിന്. അതിപ്പോൾ 3 മാസം പൂർവികന്മാർ കൊണ്ട് നടത്തിയതിന് പേരിൽ ഇപ്പോൾ 6 ദിവസമായിട്ട് മാറ്റി. 3 ദിവസം മധുരക്കഞ്ഞി, തേങ്ങക്കഞ്ഞി 3 ദിവസം അത് കൊടുത്തുകൊണ്ട് ഇന്നത്തെ കുഞ്ഞുങ്ങളും സ്ഥാനികന്മാരും ഭരണസമിതിയും അത് നിലനിർത്തി പോകുന്നുണ്ട്. ഭാവിയിൽ അതുമാതിരി പോകാനുള്ള എല്ലാ അനുഗ്രഹവും അമ്മമാരുണ്ടാക്കി. ഇന്നത്തെ ലാസ്റ്റ് ദിവസം ഇനി കൊടുക്കുന്നു. ഇനി ജാതി ഭേദമില്ലാതെ ഹിന്ദുക്കളും മുസ്ലിമുകളും എല്ലാവരും വന്ന് മേടിച്ചു പോകുന്നുണ്ട്. ഈ വഴിയാത്രക്കാരും എല്ലാവരും ഈ കഞ്ഞി പിടിച്ചിട്ട് തന്നെ പോകുന്നു. ഒന്ന് ഉണർത്തണം. 2 ഭാഗത്തും കിട്ടില്ല. വ്യക്തിവിശ്വാസങ്ങളൊക്കെ വന്നു പോയാൽ അമ്മമാരെ പുറത്താണ് sama